ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് നമ്മുടെ ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ചും അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ് കിടക്കണേ. ഹീറോൻ്റെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കേട്ടോ, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നിലവിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ ക്രാങ്കിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, ആരംഭമാണ്. അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം. പിന്നെ ഈ സെൽഫ് എടുക്കാനായിട്ട് സെൽഫ് അടിക്കുന്ന സമയത്ത് ഈ ബെൻഡെക്സ് വന്നിട്ട് ഇടയ്ക്കൊന്ന് ലോഡായിട്ട് നിൽക്കുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നു. അത് നോക്കുമ്പോൾ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻ ഉള്ളതുകൊണ്ട് ഈ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരഞ്ഞേക്കണ ഒരു പാടുണ്ടോ, അവിടെ ഈ പറഞ്ഞ രീതിയിൽ ചെറുതായിട്ടൊന്നൊരു ജാമിങ് പോലെ വന്നുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഓൾറെഡി ബെൻഡെക്സിൻ്റെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ബെൻഡെക്സ് ചില സമയത്ത് സ്റ്റക്കായോണം നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ലൂബ്രിക്കൻ്റൊക്കെ കൊടുത്ത് ഫ്രീ ആക്കി കയറ്റിയിടാം. അതിനുശേഷം നോക്കാം, തീരെ പ്രോബ്ലം ആണെങ്കിൽ അത് അഴിച്ച് മാറ്റിയിടേണ്ടി വരും. പിന്നെ നമ്മൾ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യമുണ്ട്, ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഫ്രണ്ട് അഴിച്ച് നിർത്തിയേക്കണതുകൊണ്ടാണ്. ബാക്ക് ബ്രേക്ക് അതിന് ശേഷം നമ്മളത് അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്തിടും. അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മഴയുള്ളു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് ക്യാമിനൊക്കെ ടൈറ്റ് കാര്യങ്ങൾ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ടയറിൻ്റെ ഭാഗം നോക്കുമ്പോൾ ടയറൊക്കെ അത്യാവശ്യം കട്ടയുള്ള ടയറാണ്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ഹെഡ് കവറിൻ്റെ ഇവിടെ ലീക്ക് ഉണ്ട്. അത് ആ റബ്ബർ ബീഡിങ് ഗ്യാസ്കറ്റ് കംപ്ലയിൻറ്റ് വന്നിട്ട് ലീക്ക് വന്നതാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് കൈയോടെ മാറ്റിയിടാം. കാരണം ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ എത്രത്തോളം ലീക്ക് ഉണ്ട്, എങ്ങനെ എന്തോരം ഓയിൽ പോകുന്നുണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ താഴേക്ക് ചാടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. നമുക്ക് 700 മില്ലി ഓയിലാണ് ഇതിനകത്ത് വരാം. 800 മില്ലി മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് ഓരോ ഡ്രോപ്പ് പോയാൽ പോലും അത് നമുക്ക് നഷ്ടം തന്നെയാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും എൻ്റെ എൻജിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയാണ്. ഓപ്പൺ വാഷിങ് ഈ രീതിയിൽ തന്നെ അഴിച്ച് വാഷ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം ഈ ഭാഗത്തൊക്കെ ചെളിയാണ് അതുണ്ട്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയായിരുന്നു. ബെൽറ്റ് ഈ പറഞ്ഞ പോലെ ഹോണ്ടയുടെ ബെൽറ്റ് കിടക്കണേ, കമ്പനി ബെൽറ്റാണ് കേട്ടോ. അത് റേറ്റ് കുറവ് നോക്കിയിട്ട് ഇടുന്നതാണ്. ഹീറോയ്ക്ക് വരുമ്പോഴത്തേക്കും 600 ചില്ലാൻ രൂപയാണ് ബെൽറ്റിൻ്റെ വില. ഹോണ്ടയുടെ ആകുമ്പോൾ 450 500 താഴെ കൊണ്ട് വരുള്ളൂ. അപ്പോൾ ബെൽറ്റ് ബ്രാൻഡ് ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയ്ക്ക് തന്നെയാണ്. നല്ല അടിപൊളി ബെൽറ്റാണ്. ഇവിടെ സെൻട്രൽ പോർഷനൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഉപയോഗിച്ചാണ് ബെൽറ്റാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഇത് കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രോബ്ലം കൂടുതലായിട്ട് വരുമ്പോൾ ആ സമയത്ത് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഈ ഇവിടെ വന്ന ഹാൻഡിൽ ഫ്രണ്ട് കവർ ഉണ്ടല്ലോ, ഫ്രണ്ടിൻ്റെ ആ ഫ്രണ്ട് കവർ വണ്ടി ഒന്ന് ആക്സിഡൻ്റായിട്ട് വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് കവറിൻ്റെ ഇവിടുത്തെ ലെഗ് കടന്നുപോയി, ഈ സൈഡൊക്കെ പൊട്ടിപ്പോയി, ഇവിടുത്തെ മൊത്തം പോയി, ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയി. അതൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലോവർ കവറും ലോവർ ബോഡിയും കംപ്ലയിൻ്റ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് തൽക്കാലം ഒരു അഡീഷണൽ സ്ക്രൂ കൊടുത്ത് നമുക്ക് തൽക്കാലം നിർത്താം. കാരണം ഫൈബർ പാർട്സാണ്. ഈ പറഞ്ഞ രീതിയുടെ ഫൈബർ ആണെങ്കിലും വിലയിലൊന്നും കുറവൊന്നുമില്ല, നല്ല റേറ്റ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതും ഇരിക്കണത് മിൻ്റയുടെ ബാറ്ററിയാണ് ഇരിക്കണേ. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണുണ്ട് കേട്ടോ, കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.74 വരെ കാണിക്കുന്നുണ്ട്. മാക്സിമം നല്ല ഒട്ട് കിട്ടും നമുക്ക്. ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കണ്ടീഷൻ അറിയാം. ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. വലിയ പഴക്കം തോന്നണമില്ല ബാറ്ററി. പറഞ്ഞ രീതിയുടെ ജസ്റ്റ് സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സസ്പെൻഷൻ ഈ മോഡൽ വണ്ടിക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കോളറൊക്കെ ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ആ കോളർ ബുഷ് മാത്രം ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ആയാലും പുതിയ ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ ലൈനറായിട്ടാണ്, ഒരു അനക്കം പോലും പറ്റിയിട്ടില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അത്യാവശ്യം മൈലേജൊക്കെ കാണുന്നുണ്ട്. കാരണം വലിയ കാർബണോ കാര്യങ്ങളൊന്നും പ്ലഗിൻ്റെ ടോപ്പ് സൈഡിൽ കാണുന്നില്ല. പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയായിരുന്നു, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കളറ് കുറച്ച് മാറിയിട്ടുണ്ടെങ്കിലും ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം കിലോമീറ്റർ ആയിട്ടുണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. ഓയിൽ ചേഞ്ച് കേസ് പറഞ്ഞപ്പോഴില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സാപ്പിലേക്ക് എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.